നമസ്കാരം. KSRന്റെ 34ാമത്തെ എപ്പിസോഡ് വീണ്ടും ക്വസ്റ്റ്യൻ പേപ്പറാണ്. നമുക്ക് നേരെ ചോദ്യത്തിലേക്ക് കടക്കാം. KSR പാർട്ട് 3 പ്രാബല്യത്തിൽ വന്നത് എന്നു മുതലാണ്? നവംബർ 1956 നവംബർ 1 മുതലാണ് KSR പാർട്ട് 3 പ്രാബല്യത്തിൽ വന്നത്. അടുത്ത ചോദ്യം, ഒരു ഉദ്യോഗസ്ഥന്റെ വിരമിക്കൽ പ്രായം 30/4/2024 23 വർഷത്തെ യോഗ്യതാ സേവനം പൂർത്തിയാക്കിയ ശേഷം സ്വന്തം അഭ്യർത്ഥന പ്രകാരം 31/8/22 സർവീസിൽ നിന്ന് വിരമിക്കാൻ അദ്ദേഹത്തിന് അനുമതി ലഭിച്ചു. അദ്ദേഹം അർഹനായ പെൻഷൻ ഏതാണ്? അപ്പോൾ സർവീസിൽ റിട്ടയർ ഡേറ്റ് ആവുന്നതിന് മുമ്പ് വിരമിച്ചാൽ അതിന് പറയുന്നതാണ് റിട്ടയറിംഗ് പെൻഷൻ എന്ന് പറയും. അല്ലെങ്കിൽ നമ്മൾ നാട്ടിൽ വോളണ്ടറി റിട്ടയർമെന്റ് എന്ന് പറയും. വോളണ്ടറി റിട്ടയർമെന്റിനാണ് നമ്മൾ റിട്ടയറിംഗ് പെൻഷൻ എന്ന് പറയുന്നത്. അടുത്ത ചോദ്യം, ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ സൂപ്പർ അന്വേഷണിൽ വിരമിച്ചു. ഡിസംബർ 31 2022 ഡിസംബർ 31. അദ്ദേഹത്തിന് 30 വർഷത്തെ സേവനമുണ്ട്. അതിൽ ആദ്യത്തെ 10 വർഷം പാർട്ട് ടൈം കണ്ടിൻജന്റ് സർവീസ് ആയിരുന്നു. പെൻഷനായി അദ്ദേഹത്തിന് എത്ര യോഗ്യതാ സേവന സർവീസ് കിട്ടും? അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ഇവിടെ 30 വർഷം ആകെയുണ്ട്. അതിൽ 10 വർഷം പാർട്ട് ടൈമാണ്, ബാക്കി 20 വർഷമാണ് മറ്റേ ഫുൾ ടൈം സർവീസ്. അപ്പം ഇങ്ങനെയുള്ള കേസുകളിൽ നമ്മൾ കൂട്ടുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ പാർട്ട് ടൈം സർവീസിൻ്റെ പകുതി എടുക്കുള്ളൂ. അപ്പോൾ ഫുൾ ടൈം സർവീസ് 20, പാർട്ട് ടൈം 10 വർഷമാണ്. അപ്പോൾ അത് 5 വർഷമായിട്ട് എടുക്കുക. അപ്പോൾ ആകെ സർവീസ് 30 വർഷം ഉണ്ടെങ്കിൽ ഈ പാർട്ട് ടൈം വന്നുകൊണ്ട് അത് 25ആയിട്ട് ചുരുങ്ങും. അടുത്ത ചോദ്യം, 15 വർഷത്തെ യോഗ്യതാ സേവനമുള്ള ഒരു ഉദ്യോഗസ്ഥൻ 31/12/22 സർവീസിൽ നിന്ന് വിരമിച്ചു. പെൻഷനായുള്ള അദ്ദേഹത്തിന്റെ ശരാശരി വേതനം 32,000 രൂപയാണ്. 32,000 രൂപയാണ് അവസാന ആവറേജ് എമോലുമെന്റ്സ് അഥവാ ശരാശരി വേതനം എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ അയാളുടെ പെൻഷൻ എത്രയായിരിക്കും എന്നാ ചോദ്യം. 15 വർഷത്തെ സർവീസാണ് ഉള്ളത്. 15 വർഷത്തെ സർവീസാണ് ഉള്ളതെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് 32,000ന്റെ പകുതി എത്രയാ? 16,000. ഈ 16,000 രൂപ കിട്ടുമായിരുന്നു അയാൾക്ക് 30 വർഷം സർവീസ് ഉണ്ടായിരുന്നെങ്കിൽ. ഇവിടെ അവർക്ക് 30 വർഷം സർവീസ് ഇല്ല, 15 വർഷം സർവീസ് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് അവരുടെ പെൻഷൻ എന്ന് പറയുന്നത് 8,000 രൂപ മാത്രമാണ്. പക്ഷേ നമുക്ക് മിനിമം പെൻഷൻ എന്ന് പറയുന്ന ഒരു കേസ് ഉള്ളതുകൊണ്ട് അവിടെ 11,500 രൂപയായിരിക്കും അവരുടെ പെൻഷൻ. അപ്പോൾ മിനിമം പെൻഷനാണ് ഈ 11,500 രൂപ. കണക്ക് കൂട്ടിയാൽ അവർക്ക് എത്രയേ കിട്ടുള്ളൂ? 16,000 ഗുണിക്കണം 15/30, അപ്പോൾ 8,000 എന്ന് കിട്ടും. പക്ഷെ ഇവിടെ മിനിമം പെൻഷൻ ഉള്ളതുകൊണ്ട് അത് 11,500 രൂപ കിട്ടും. അടുത്ത ചോദ്യം, പെൻഷൻ കുടിശ്ശിക പേയ്മെന്റിനായിട്ടുള്ള നോമിനേഷൻ അപേക്ഷ ഏത് ഫോമിലാണ് സമർപ്പിക്കേണ്ടത്? ഫോം നമ്പർ 16 ആണ്. അതൊക്കെ പുസ്തകത്തിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ഉത്തരങ്ങളാണ്. അടുത്ത ചോദ്യം, പെൻഷനായുള്ള ശരാശരി വേതനം കണക്കാക്കുന്നത് സർവീസിന്റെ അവസാനത്തെ എത്ര മാസത്തെ? 10 മാസത്തെ ശമ്പളമാണ്. DCRGയുടെ പരിധി 17 ലക്ഷം. കമ്മ്യൂട്ട് ചെയ്യാവുന്നത് പരമാവധി 40%. പെൻഷന്റെ 40%. പെൻഷൻ ലഭിക്കാത്ത സാഹചര്യത്തിൽ എത്ര വർഷത്തിലധികം പിൻവലിക്കാതെ കിടന്നാൽ അത് ലഭിക്കില്ല? 3 വർഷത്തിന് മേലെ പെൻഷൻ വാങ്ങാതെ ഇരുന്നാൽ അത് പിന്നീട് ലഭിക്കുന്നതല്ല. സൂപ്പർ ആനുവേഷൻ പെൻഷന്റെ കാര്യത്തിൽ കമ്മ്യൂട്ടേഷനായിട്ടുള്ള അപേക്ഷ സമർപ്പിക്കുന്നത് എപ്പോഴാണെങ്കിൽ വൈദ്യപരിശോധന ആവശ്യമില്ല. ഇപ്പം നമ്മളൊരു പെൻഷൻ അപേക്ഷിച്ചപ്പോൾ കമ്മ്യൂട്ടേഷൻ അപേക്ഷിച്ചില്ല. കമ്മ്യൂട്ടേഷൻ എപ്പോഴും അപേക്ഷിക്കാം. അയാൾ താമസിച്ചു പോയാൽ അയാൾ വീണ്ടും മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ഹാജരാക്കണം, വൈദ്യപരിശോധന വേണം. എന്നാൽ വിരമിച്ച തീയതി മുതൽ 1 വർഷത്തിനുള്ളിൽ കമ്മ്യൂട്ടേഷൻ അപേക്ഷിച്ചാൽ അയാൾ എന്ത് കൊടുക്കേണ്ടതില്ല? ഈ വൈദ്യപരിശോധന നടത്തേണ്ട ആവശ്യം ഇല്ല. വിരമിച്ച തീയതി മുതൽ 1 വർഷത്തിനുള്ളിലാണ് കമ്മ്യൂട്ടേഷൻ അപേക്ഷിക്കുന്നതെങ്കിൽ അപ്പോൾ വൈദ്യപരിശോധനയുടെ ആവശ്യമില്ല. 1 വർഷം കഴിഞ്ഞാൽ വൈദ്യപരിശോധന വേണം.
അടുത്ത ചോദ്യം, ഒരു ഉദ്യോഗസ്ഥൻ അവധിക്ക് അർഹതയില്ലാത്ത സാഹചര്യത്തിൽ സർവീസിൽ നിന്ന് വിരമിക്കാൻ അനുവദിക്കപ്പെട്ടാൽ വിരമിക്കൽ വരുന്നത് എന്നാണ് ചോദ്യം. 13ാമത്തെ ചോദ്യമാണ്. ഒരു ഉദ്യോഗസ്ഥൻ അവധിക്ക് അർഹതയില്ലാത്ത സാഹചര്യത്തിൽ. അപ്പോൾ അത് പറയുന്നത് ഒന്നുകൂടി നമുക്ക് നോക്കേണ്ടതുണ്ട്. വെൻ ആൻ എംപ്ലോയി ഈസ് അലൗഡ് ടു റിട്ടയർ ഫ്രം സർവീസ് വൈൽ ഇൻ ലീവ് നോട്ട് ഡ്യൂ, ദ റിട്ടയർമെന്റ് വിൽ ബി എഫക്റ്റീവ് ഫ്രം. അപ്പോൾ ഒരു ജീവനക്കാരൻ ലീവ് നോട്ട് ഡ്യൂവിൽ നിൽക്കവേ അയാൾ റിട്ടയർ ചെയ്യാൻ അനുവദിച്ചു. ലീവ് നോട്ട് ഡ്യൂവിൽ നിൽക്കുമ്പോൾ അങ്ങനെയാണ് അയാളുടെ റിട്ടയർമെന്റ് എന്ന് മുതൽ എഫക്റ്റീവ് ആവുന്ന ചോദ്യം. ലീവ് നോട്ട് ഡ്യൂ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഭാവിയിൽ ഉണ്ടായേക്കാവുന്ന ഒഴിവുകളിൽ നിന്ന് തട്ടിക്കിഴിക്കാം എന്ന ഉറപ്പിന്മേൽ ലീവ് എടുക്കുന്നതാണ് ലീവ് നോട്ട് ഡ്യൂ. അപ്പോൾ അയാൾ റിട്ടയർ ചെയ്യുവാണെങ്കിൽ പിന്നെ എന്താ പ്രശ്നം? ഭാവിയിൽ ലീവ് ഉണ്ടാവില്ല. അപ്പോൾ അയാളെ ലീവ് നോട്ട് ഡ്യൂ തുടങ്ങിയ ദിവസം മുതൽ അയാൾ റിട്ടയർ ചെയ്തതായിട്ട് കണക്കാക്കണം. അങ്ങനെ റിട്ടയർ ചെയ്യാൻ അനുവാദം കിട്ടിയാൽ ലീവ് നോട്ട് ഡ്യൂ തുടങ്ങുന്ന ദിവസം മുതൽ അയാൾ റിട്ടയർമെന്റിലായിരിക്കും. അടുത്ത ചോദ്യം, റിട്ടയർമെന്റ് DCRG കിട്ടാൻ ഒരാൾക്ക് വേണ്ട മിനിമം സർവീസ് എത്രയാണ്? 5 വർഷമാണ്. DCRG കിട്ടാൻ 5 വർഷമാണ് വേണ്ടത്. അടുത്ത ചോദ്യം, യോഗ്യതാ സേവനം കണക്കാക്കുമ്പോൾ അരവർഷത്തിൽ കുറഞ്ഞ കാലാവധി എന്തിലേക്കാണ് റൗണ്ട് ചെയ്യേണ്ടത്? അത് പെൻഷനുള്ള കുറഞ്ഞ സേവനത്തിലേക്ക് റൗണ്ട് ചെയ്യണം. ഇപ്പോൾ 24 വർഷവും 5 മാസവും എന്ന് പറഞ്ഞാൽ 24 വർഷമായിട്ടാണ് റൗണ്ട് ചെയ്യുക. 24 വർഷവും 6 മാസം എന്ന് പറഞ്ഞാൽ 25ആയിട്ടും റൗണ്ട് ചെയ്യും. DCRG കണക്കാക്കുന്നതിന് 32 വർഷവും 1 ദിവസവും എങ്ങനെ കണക്കാക്കും? 32 വർഷവും 1 ദിവസവും എന്ന് പറയുന്നത് 33ആയിട്ട് കണക്കാക്കാം. അവിടെ ഒരു സ്പെഷ്യൽ റൗണ്ടിങ് ഉണ്ട്. കാരണം 33 വർഷത്തേക്കാണ് പരമാവധി DCRG. ഏൺ ലീവ് സറണ്ടർ ചെയ്യുന്നതിന് അനുവദനീയമല്ലാത്തത് ഏതാണ്? ഏൺ ലീവ് ടെർമിനൽ സറണ്ടർ ഓഫ് ഏൺ ലീവ് ഈസ് അഡ്മിസിബിൾ ഫോർ. ടെർമിനൽ സറണ്ടർ ആണ്. ഒരു റിട്ടയർമെന്റിന് ശേഷം, സർവീസ് കഴിഞ്ഞതിന് ശേഷം സറണ്ടർ ചെയ്യുന്നതിനാണ് നമ്മൾ ടെർമിനൽ സറണ്ടർ എന്ന് പറയുന്നത്. അത് അനുവദിക്കാത്തത് ഏത് കേസിലാണെന്ന ചോദ്യം. റിട്ടയർ ചെയ്താൽ അനുവദിക്കും, പക്ഷെ രാജിവെച്ചാൽ അനുവദിക്കില്ല. ഒരാൾ റിസൈൻ ചെയ്താൽ, രാജിവെച്ചാൽ അയാളുടെ ക്രെഡിറ്റിലുള്ള ലീവ്, ഏൺ ലീവ് സറണ്ടർ ചെയ്യാൻ കഴിയില്ല. വിരമിച്ച ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ 16/1/23 മരിച്ചു. ജനുവരി 16. അദ്ദേഹത്തിന്റെ കുടുംബത്തിന് ഫാമിലി പെൻഷൻ ലഭിക്കുന്നത് എന്ന് മുതലാണ്? കുടുംബത്തിന് ഫാമിലി പെൻഷൻ ലഭിക്കുന്നത് ഫെബ്രുവരി 1 മുതൽ തന്നെ ഫാമിലി പെൻഷൻ ലഭിക്കും. ജനുവരി 16 മരണപ്പെട്ട ഒരു ഉദ്യോഗസ്ഥന്റെ കുടുംബത്തിന് ഫാമിലി പെൻഷൻ ഫെബ്രുവരി 1 മുതൽ കിട്ടും. അടുത്ത ചോദ്യം 22 വേണ്ട. ഒരു ഉദ്യോഗസ്ഥന്റെ ബാധ്യതകൾ വിരമിക്കുന്നതിന് മുമ്പ് അല്ലെങ്കിൽ വിരമിച്ച ശേഷം ഒരു നിശ്ചിത കാലയളവിനുള്ളിൽ കണക്കാക്കി അദ്ദേഹത്തെ അറിയിക്കണം. ആ കാലയളവ് എത്രയാണ്? 3 വർഷമാണ്. അതായത് ഒരു വിരമിച്ച ഉദ്യോഗസ്ഥന് ഏതെങ്കിലും തരത്തിലുള്ള ബാധ്യത ഉണ്ടെങ്കിൽ അയാൾ വിരമിച്ചു കഴിഞ്ഞ് 3 വർഷത്തിനുള്ളിൽ അയാളെ അറിയിച്ചിരിക്കണമെന്നാണ് വ്യവസ്ഥ. അടുത്ത ചോദ്യം, മോശം പെരുമാറ്റത്തിന് പിരിച്ചുവിട്ട ഒരു ഉദ്യോഗസ്ഥന് അർഹമായ കേസുകളിൽ നൽകുന്ന അലവൻസ് എന്താണ്? പെരുമാറ്റം മോശമാണ്, അയാളെ സർവീസിൽ നിന്ന് നീക്കം ചെയ്തു. ആ സർവീസിൽ നിന്ന് നീക്കം ചെയ്താൽ അയാൾക്ക് ഒരു പ്രത്യേകമായ അലവൻസ് കൊടുക്കും. ആ അലവൻസിനാണ് നമ്മൾ കമ്പാഷനേറ്റ് അലവൻസ് എന്ന് പറയുന്നത്. അതായത് പിരിച്ചുവിട്ട തീയതിയിൽ അയാൾക്ക് പെൻഷൻ കണക്ക് കൂട്ടുമായിരുന്നെങ്കിൽ എന്ത് പെൻഷൻ കിട്ടുമോ അതിൻ്റെ 2/3 ആണ് എന്തായിട്ട് കൊടുക്കുന്നത്? കമ്പാഷനേറ്റ് അലവൻസ് ആയിട്ട് കൊടുക്കുന്നത്. അടുത്ത ചോദ്യം, പീരീഡ് ഓഫ് സർവീസ് ഓഫ് എ ഫുൾ ടൈം കണ്ടിൻജന്റ് എംപ്ലോയി സോർബ്ഡ് ഇൻ റെഗുലർ റെസ്റ്റോറൻറ്റ്. അതല്ല, DCRG അഡ്മിസിബിൾ ടു ദി ഫാമിലി ഓഫ് ആൻ എംപ്ലോയി ഹു ഡൈഡ് ഇൻ ദ 4th ഇയർ ഓഫ് സർവീസ്.
നാലാമത്തെ വർഷം ഒരു സർവീസിൽ കയറി നാലാമത്തെ വർഷം ഒരു ജീവനക്കാരൻ മരണപ്പെട്ടു. അങ്ങനെയെങ്കിൽ അദ്ദേഹത്തിന്റെ ആശ്രിതർക്ക് കിട്ടുന്ന DCRG എത്രയായിരിക്കും? DCRG എന്ന് പറയുന്നത് ശമ്പളത്തിന്റെ P+D യുടെ 6 മടങ്ങായിരിക്കും. അതായത് 5 വർഷം വരെ സർവീസ് ഉള്ളവർ മരണപ്പെട്ടാൽ, ഒരു വർഷമാണെങ്കിൽ ആദ്യത്തെ വർഷം മരണപ്പെട്ട ഇരട്ടി കിട്ടും. 5 വർഷം വരെ സർവീസ് ഉള്ളവർ മരണപ്പെട്ടാൽ P+D യുടെ 6 ഇരട്ടി കിട്ടും. 5 വർഷത്തിന് മേലെയുള്ളവർ, 10 വർഷത്തിൽ താഴെ, 5 വർഷത്തിന് മേലെ 10 വർഷത്തിൽ താഴെയുള്ളവർ മരണപ്പെട്ടാൽ എത്ര കിട്ടും? 12 ഇരട്ടി കിട്ടും. സോറി, 5 വർഷത്തിന് മേലെ നമ്മൾ കൂട്ടിയാൽ മതി. 5 വർഷത്തിന് മുകളിൽ ഉള്ള സർവീസിലുള്ളവർ മരണപ്പെട്ടാൽ 12 മടങ്ങ്, P+D യുടെ 12 മടങ്ങ് കിട്ടുന്നതായിരിക്കും. അടുത്ത ചോദ്യം. ഒരു ഉദ്യോഗസ്ഥൻ ടൂറിലായിരിക്കുമ്പോൾ സൗജന്യ ഭക്ഷണവും താമസവും നൽകി. സൗജന്യ ഭക്ഷണവും താമസവും കൊടുത്തു, 2 കൊടുത്തു. അങ്ങനെയാണെങ്കിൽ അയാളുടെ ഡെയിലി അലവൻസ് എത്രയായിരിക്കും? അത് ഡെയിലി അലവൻസ് എന്ന് പറയുന്നത് 4/1 1/4 DA ആയിരിക്കും അയാൾക്ക് കിട്ടുക. അടുത്ത ചോദ്യം. ഒരു ഉദ്യോഗസ്ഥൻ സർവീസിൽ ഇരിക്കെ മരണപ്പെട്ടാൽ മരിച്ച ഉദ്യോഗസ്ഥന്റെ കുടുംബത്തിന് യാത്രാബത്തയ്ക്ക് അപേക്ഷിക്കാനും വീടോ മറ്റേതെങ്കിലും സ്ഥലത്തോ പോകാനുമുള്ള യാത്ര പൂർത്തിയാക്കാനുള്ള കാലാവധി എത്രയാണ്? സർവീസിലിരിക്കെ മരണപ്പെട്ട് കഴിഞ്ഞാൽ ഉദ്യോഗസ്ഥന്റെ കുടുംബത്തിന് യാത്രാബത്തയ്ക്ക് അപേക്ഷിക്കാം. അത് 3 മാസത്തിനുള്ളിൽ അത് നടത്തി അപേക്ഷിച്ചിരിക്കണം. അടുത്ത ചോദ്യം. ഒന്ന് 2/2022 മുതൽ 10 ദിവസത്തേക്ക് 8 കിലോമീറ്റർ അകലെയുള്ള സ്ഥലത്ത് പരിശീലനത്തിനായി നിയോഗിക്കപ്പെട്ട തിരുവനന്തപുരത്തെ ഗ്രേഡ് 2A ഉദ്യോഗസ്ഥന് ലഭിക്കാവുന്ന പ്രതിദിന ഭത്ത എത്രയാണ്? അടുത്ത ചോദ്യമാണ്. പ്രതിദിന ഭത്തയെ സംബന്ധിക്കുന്ന ചോദ്യമാണ്. ദ ഗ്രേഡ് 1 ഓഫീസർ പെർഫോംഡ് a journey during June 2022 and claimed TA as per rules. But he has reverted. What is the daily allowance admissible to a grade 2A officer, Thiruvananthapuram, who was deputed for training at a place within 8 kilometer? 8 കിലോമീറ്ററിനുള്ളിൽ ഒരാളെ 10 ദിവസത്തേക്ക് പരിശീലനത്തിന് നിയോഗിച്ചു. അയാളുടെ ഡെയിലി അലവൻസ് എത്രയായിരിക്കും? ഓർമ്മിക്കണം, 8 കിലോമീറ്ററിനുള്ളിലാണ് പരിശീലനത്തിന് നിയോഗിച്ചത്. അപ്പോൾ അങ്ങനെ വന്നാൽ അയാൾ സാധാരണ ഓഫീസിൽ പോകുന്ന പോലെയേ ഉള്ളൂ 8 കിലോമീറ്റർ ഉള്ളിൽ എന്ന് പറയുമ്പോൾ. അതുകൊണ്ട് അദ്ദേഹത്തിന് DA അനുവദനീയമല്ല, ഡെയിലി അലവൻസ് അനുവദനീയമല്ല. ഓർമ്മിക്കുക, 8 കിലോമീറ്ററിൻ്റെ ഉള്ളിലാണ് ഒരു ട്രെയിനിങ്ങോ കോഴ്സോ യാത്രയോ എങ്കിൽ അത് സാധാരണഗതിയിൽ ഒരു ഓഫീസിൽ വന്നു പോകുന്നതിന് തുല്യമാണ്. അപ്പോൾ അത്തരം സന്ദർഭങ്ങളിൽ ഡെയിലി അലവൻസിന് അർഹത ഇല്ല. അടുത്ത ചോദ്യം. 34-ൽ An officer working in the regional office of a department in the 4th floor of Vikas Bhavan was transferred to its district office housed on the 2nd floor of the same building and relieved on the AN of 3/9/2022. When should he join the new office? ഇപ്പം നോക്കുക, ഒരാൾ തിരുവനന്തപുരത്തെ വികാസ് ഭവനിൽ 3ാം നിലയിലുള്ള ഒരു ഓഫീസറെ 2ാം നിലയിലേക്ക് മാറ്റി നിയമിച്ചു, 2 ഓഫീസിലേക്ക്. അങ്ങനെ മാറ്റി നിയമിച്ച് അയാൾ സെപ്റ്റംബർ 3-ാം തീയതി വൈകുന്നേരം റിലീവ് ചെയ്തു. എപ്പോഴാണ് അയാൾ പുതിയ ഓഫീസിൽ ജോയിൻ ചെയ്യേണ്ടതെന്നാണ് ചോദിച്ചത്. അയാൾക്ക് ജോയിൻ ടൈം ഉണ്ടോ? ഇല്ല, അങ്ങനെ ഒന്നുമില്ല. അപ്പോൾ 4-ാം തീയതി സെപ്റ്റംബർ 4-ന് രാവിലെ അവർ ജോയിൻ ചെയ്യണം. സെപ്റ്റംബർ 3-ന് വൈകുന്നേരം റിലീവ് ചെയ്തു, സെപ്റ്റംബർ 4-ന് രാവിലെ ജോയിൻ ചെയ്യണം. കാരണം സാധാരണ ഓഫീസ് പോലെ ഒരേ ബിൽഡിംഗ് ആണ്, മാറ്റമില്ല. അടുത്ത ചോദ്യം. Who among the following is not a member of the family while claiming transfer TA? ട്രാൻസ്ഫർ TA ക്ലെയിം ചെയ്യുന്ന സമയത്ത് ആരൊക്കെയാണ് ഫാമിലി മെമ്പർ അല്ലാത്തവർ? കേൾക്കണം. ഭാര്യയും ഭർത്താവും ഫാമിലി മെമ്പർമാരാണ്.
മക്കള് ഫാമിലി മെമ്പർമാരാണ്. ദത്തെടുത്ത മക്കള് ഫാമിലി മെമ്പർമാരാണ്. എന്നാൽ ട്രാൻസ്ഫർ ടി എക്ക് അച്ഛനും അമ്മയും പേരൻസ് ഇതിന് യോഗ്യരല്ല. ട്രാൻസ്ഫർ ടി എയിൽ ഫാമിലി മെമ്പേഴ്സ് ആയിട്ട് കണക്കാക്കുന്നതല്ല. അടുത്തത്, ക്ലാസ് 1 മലയോര പ്രദേശങ്ങളിൽ യാത്ര ചെയ്യുമ്പോൾ ഒരു ഉദ്യോഗസ്ഥന് അർഹമായ അധിക പ്രതിദിന ബത്ത് എത്രയാണ്? ക്ലാസ് 1 ആകുമ്പോൾ സാധാരണ നിരക്കിന്റെ 25% അധികം കൊടുക്കണം. എവിടെ? ഹിൽ ട്രാക്ക് ഏരിയയിൽ ഹിൽ ട്രാക്ക് ഏരിയയിൽ സഞ്ചരിക്കേണ്ടി വരുമ്പോൾ, യാത്ര ചെയ്യേണ്ടി വരുമ്പോൾ ക്ലാസ് 1 ഓഫീസർ ആണെങ്കിൽ അയാൾക്ക് സാധാരണ നിരക്കിന്റെ ഡെയിലി അലവൻസ് സാധാരണ നിരക്കിന്റെ DA അഥവാ ഡെയിലി അലവൻസ് സാധാരണ നിരക്കിന്റെ 25% അധികം നൽകണം എന്നാണ് പറഞ്ഞത്. അടുത്ത ചോദ്യം, പൊതു താൽപര്യാർത്ഥം ഒരു സ്റ്റേഷനിൽ നിന്ന് മറ്റൊരു സ്റ്റേഷനിലേക്ക് ഒരു ഉദ്യോഗസ്ഥനെ സ്ഥലം മാറ്റുമ്പോൾ അനുവദിക്കപ്പെടുന്ന യാത്രാ സമയത്തിൽ എത്ര ദിവസത്തെ തയ്യാറെടുപ്പ് ഉൾപ്പെടും? ട്രാൻസ്ഫറിന് ജോയിനിങ് ടൈമിൽ തയ്യാറെടുപ്പ് എത്ര ദിവസമാണെന്നാണ് ചോദിച്ചത്. 6 ദിവസമാണ്. അടുത്ത ചോദ്യം, ഏപ്രിൽ 22 2022 ഏപ്രിൽ ആലപ്പുഴയിൽ നിന്ന് മലപ്പുറത്തേക്ക് സ്ഥലം മാറ്റപ്പെട്ട ഒരു ഉദ്യോഗസ്ഥൻ പഴയ സ്റ്റേഷനിൽ 70,000 രൂപ അടിസ്ഥാന ശമ്പളം വാങ്ങുകയായിരുന്നു. യാത്രക്കൂലി ക്ലെയിം ചെയ്ത് പുതിയ സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകാവുന്ന വ്യക്തിഗത സാധനങ്ങളുടെ പരമാവധി ഭാരം എത്രയാണ്? നിങ്ങൾ ആലോചിക്കണേ, ഇത് 70,000 രൂപ അടിസ്ഥാന ശമ്പളമുള്ള ഒരു ഉദ്യോഗസ്ഥനാണെന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ കാര്യങ്ങൾ മനസ്സിലാക്കിയോണം. അത് ക്ലാസ് 1 ഓഫീസറാണ്, അല്ലെങ്കിൽ ഗ്രേഡ് 1 ഓഫീസറാണ്. ഗ്രേഡ് 1 ഓഫീസർക്ക് സാധനങ്ങൾ ഒരു ട്രാൻസ്ഫർ ആയി കഴിഞ്ഞ് സാധനങ്ങൾ കൊണ്ടുപോകുമ്പോൾ എത്ര വരെ ഭാരം കൊണ്ടുപോകാമെന്ന് കണക്കുണ്ട്. 3000 കിലോ വരെ കൊണ്ടുപോകാം. ഗ്രേഡ് 1 ഓഫീസറിന് 3000 കിലോഗ്രാം വരെ കൊണ്ടുപോകാവുന്നതാണ്. ഓക്കെ, ഇത് ക്ലിയർ ആയല്ലോ? അതിന്റെ ബേസിക് തന്ന അതിന് വേണ്ടിയിട്ടാണ്, ഏത് ഗ്രേഡ് ആണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. അടുത്ത ചോദ്യം, PSC വഴി നിയമനം ലഭിച്ച ഒരാൾ ആദ്യ നിയമനത്തിൽ ഡ്യൂട്ടിയിൽ പ്രവേശിക്കുന്നതിനായി കോഴിക്കോട് നിന്ന് തിരുവനന്തപുരത്തേക്ക് യാത്ര ചെയ്യേണ്ടി വന്നു. അയാൾക്ക് TA ലഭിക്കാൻ അർഹതയുണ്ടോ? ഇല്ല. ആദ്യ നിയമനത്തിന് ചേരുന്നതിന് TA ലഭിക്കാൻ അർഹത ഇല്ല. അടുത്ത ചോദ്യം, താൽക്കാലിക സ്ഥലം മാറ്റം എന്നാൽ എത്ര ദിവസത്തിൽ കൂടാതെയുള്ള കാലത്തേക്കാണ്? 2 മാസത്തേക്കുള്ള സ്ഥലം മാറ്റങ്ങളെയാണ് നമ്മൾ താൽക്കാലിക സ്ഥലം മാറ്റങ്ങൾ എന്ന് പറയുന്നത്. സ്ഥലം മാറ്റത്തിലുണ്ടാകുന്ന യാത്ര എവിടെ നിന്ന് എവിടത്തേക്കാണ്? അത് താമസസ്ഥലത്ത് നിന്ന് താമസസ്ഥലത്തേക്ക്, റെസിഡൻസ് ടു റെസിഡൻസ് ആണ് കണക്കാക്കുന്നത്. വിരമിച്ചതിന് ശേഷം ഒരു ഉദ്യോഗസ്ഥന്റെ യാത്രയ്ക്കുള്ള യാത്രയ്ക്കുള്ള TA മുൻകൂർ അനുവദിച്ചാൽ അത് എത്രയായി പരിമിതപ്പെടുത്തുമെന്നാണ്. ശ്രദ്ധിച്ചു കേൾക്കണം. വിരമിച്ചതിന് ശേഷം ഒരു ഉദ്യോഗസ്ഥന്റെ യാത്രയ്ക്കുള്ള യാത്രാബത്ത മുൻകൂർ അനുവദിച്ചാൽ അത് എത്രയായി പരിമിതപ്പെടുത്തും? അത് 75% ലിമിറ്റ് ചെയ്യും. അഡ്വാൻസ് ആണല്ലോ, അപ്പോൾ അത് തിരിച്ചു പിടിക്കേണ്ടത്. അപ്പോൾ മുൻകൂർ ആണെങ്കിൽ 75% കൊടുക്കുക. അടുത്ത ചോദ്യം, അവധിയിലിരിക്കെ ഒരു ഉദ്യോഗസ്ഥനെ സസ്പെൻഷനിലാക്കിയാൽ എന്ത് സംഭവിക്കും? ഒരു ഉദ്യോഗസ്ഥൻ അവധിയിലാണ്. അവധിയിലാകുമ്പോൾ അയാളെ സസ്പെൻഡ് ചെയ്തു. അപ്പൊ അത് അവധി അന്നേരം ക്യാൻസൽ ചെയ്യില്ല. ഉത്തരം ഇതാണ്. സബ്സ്റ്റൻസ് അലവൻസിന് അർഹത ഉണ്ടാവില്ല. എപ്പോഴാണ് ഉണ്ടാവുക? അവധി കഴിയുന്ന ദിവസം മുതൽ മാത്രമേ അയാൾക്ക് സബ്സ്റ്റൻസ് അലവൻസിന് അർഹത ഉണ്ടാവുള്ളൂ. അടുത്ത ചോദ്യം, ഡയസ്നോൺ കാലയളവ് എന്തിന്റെ ആവശ്യത്തിനായി കണക്കാക്കും? അത് പൊതുവെയുള്ള ചോദ്യമാണ്, അത് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം. ഡയസ്നോൺ കാലയളവ് എന്തിനൊക്കെ കണക്കാക്കും? ഹാഫ് പേ ലീവിന് കണക്കാക്കും, ഏൺ ലീവിന് കണക്കാക്കില്ല, പ്രൊബേഷന് കണക്കാക്കില്ല, ഇൻക്രിമെന്റിന് കണക്കാക്കും, പെൻഷന് കണക്കാക്കും, ഗ്രേഡ് കണക്കൂട്ടാൻ കണക്കാക്കും. ഇതെല്ലാം കണക്കാക്കും. ഏതിന്? ഡയസ്നോൺ. കണക്കാക്കാത്തത് നിങ്ങൾ ഓർത്തിരുന്നാൽ മതി. അത് ഏൺ ലീവിന് കണക്കാക്കില്ല, പ്രൊബേഷനും കണക്കാക്കുന്നതല്ല. ശമ്പളത്തോടു കൂടിയ ഏത് അവധിയിലുള്ള ഉദ്യോഗസ്ഥനാണ് എത്ര കാലയളവിലേക്ക് ഹൗസ് റെന്റ് അലവൻസിന് അർഹനാണ്?
ഒരു ഉദാഹരണം, നമ്മൾ ഒരു ജീവനക്കാരൻ HPL എടുത്തു, 200 ദിവസത്തേക്ക് HPL എടുത്തു എന്ന് വിചാരിച്ചു. 200 ദിവസത്തേക്ക് എടുത്താൽ എത്ര കാലം അയാൾക്ക് HR കിട്ടുന്ന അവധിയിലാവുന്നു? അയാൾക്ക് 180 ദിവസം വരെ മാത്രമേ HR കിട്ടുള്ളൂ. അപ്പൊ നമ്മൾ ഏത് അവധിയിലേക്ക് പോയാലും 180 ഡേയ്സ്, ഇത് ഓർമ്മിച്ച് വെക്കണേ, 180 ദിവസം മാത്രമേ HR കിട്ടുള്ളൂ. പിന്നെ HR ഇല്ല, ബാക്കിയൊക്കെ കിട്ടും അർഹരാണെങ്കിൽ. നിലവിലെ തസ്തികയിലെ ചുമതലകൾ നിറവേറ്റാൻ നിയമിതനായ ഒരു ഉദ്യോഗസ്ഥൻ ആ തസ്തികയിലെ താഴെ പറയുന്നവയിൽ ഏത് കൃത്യമാണ് നിർവഹിക്കേണ്ടത്? ആ തസ്തികയുടെ ബന്ധപ്പെട്ട റൂട്ടീൻ നാച്ചർ ഇൻ റെസ്പെക്ട് ഓഫ് ദാറ്റ് പോസ്റ്റ്. അതായത് ദൈനംദിന പ്രവർത്തനം, ആ തസ്തികയുമായി ബന്ധപ്പെട്ട പതിവ് സ്വഭാവമുള്ള ജോലികൾ ചെയ്യാൻ ഇയാള് ബാധ്യസ്ഥനാണ്. ഒരു തസ്തികയുടെ അധിക ചുമതല വഹിക്കുന്നതിനുള്ള പ്രതിഫലത്തെ എന്തു വിളിക്കുന്നു? അതായത് ഒരു ഉദ്യോഗസ്ഥൻ അയാളുടെ ജോലി ചെയ്യുന്നുണ്ട്, അതിനു പുറമെ മറ്റൊരു ജോലിയും കൂടെ ചെയ്യുന്നതിന് കിട്ടുന്ന പ്രതിഫലത്തെ എന്ത് വിളിക്കുന്നു? അതിനെ നമ്മൾ സ്പെഷ്യൽ അലവൻസ് എന്ന് വിളിക്കാം. ഓക്കെ, ഇത്രയും ക്വസ്റ്റ്യൻ മാത്രമാണ് ഈ ക്ലാസ്സിൽ. നമുക്ക് ബാക്കി, ഞാൻ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ 2 ക്ലാസ്സിലായിട്ടാണ് പറയുന്നത്. അടുത്ത ക്ലാസ്സിൽ ബാക്കി പറയും. ഓക്കെ, കേട്ട എല്ലാവർക്കും നന്ദി, നമസ്കാരം.